ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ടു സാലം ലേണിംഗ്. അബീമിസ് ആണ് മക്കളെ. ഇതാ നമ്മുടെ ക്രിസ്മസ് എക്സാം ഒക്കെ അടുത്തെത്തിയല്ലേ. സോ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സും 1 by 1 ആയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ മിസ്സിന് അറിയാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാ എന്ന് നോക്കിക്കഴിഞ്ഞാലാണ് നമുക്ക് ഏത് പോർഷനിലാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസിനനുസരിച്ച് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ അല്ലേ. അപ്പൊ ഇന്ന് നമ്മളിതാ 5 മിനിറ്റ് കൊണ്ട് നമ്മൾ 5 മാർക്ക് സെറ്റാക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മിസ്സിന്റെ കുട്ടികൾ എന്ത് ചെയ്യാതെ എക്സാം ഒക്കെ അടുത്തിരിക്കുകയാണ്. അപ്പൊ ഈ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അപ്പൊ സമയം കളയാണ്ട് തന്നെ മിസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേടാ മക്കളെ. സയന്റിസ്റ്റ് ആൻഡ് ദെയർ കോൺട്രിബ്യൂഷൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് ടാക്സോണമി ആർ ഗിവൺ ബിലോ. അല്ലെ, വർഗീകരണവുമായി ബന്ധപ്പെട്ട് ശാസ്ത്രജ്ഞന്മാരും അവരുടെ സംഭാവനകളുമാണ് ഇതാ ചുവടെ നൽകിയിരിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് നമ്മളോട് മാച്ച് ദ ഫോളോയിങ് പോലെ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇതാ ഫസ്റ്റ് ഓപ്ഷനിൽ എന്തൊക്കെയുണ്ട്? ഫസ്റ്റ് ബോക്സിൽ അരിസ്റ്റോട്ടിൽ ഉണ്ട്, കാൾവോസ് ഉണ്ട്, R.H. വിറ്റാക്കർ ഉണ്ട്, തിയോഫ്രാസ്റ്റസ് ഉണ്ട്, ജോൺറേ ഉണ്ട്. അപ്പുറത്തെ സൈഡിലാണെങ്കിലോ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉണ്ട്, സ്പീഷീസ് എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് ഉപയോഗിച്ച ആളെയുണ്ട്, ഓർഗാനിസത്തിനെ റെഡ് ബ്ലഡ് സെൽസ് ഉള്ളവരും അല്ലാത്തവരും എന്ന് ക്ലാസിഫൈ ചെയ്തു എന്ന് പറയുന്നുണ്ട്. 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉണ്ട്, പ്ലാന്റ്സിനെ ആനിമൽസ്, ബൈനിയൽസ്, പെരനിയൽസ് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഓരോരുത്തരും എന്താണ് ചെയ്തത് എന്ന് അറിഞ്ഞാലാണ് നമുക്ക് ഈ മാച്ച് ദ ഫോളോയിങ് ചെയ്യാൻ പറ്റുള്ളൂ. 2 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ഒരു പാറ്റേണിലായിരിക്കും നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ ഫസ്റ്റ് തന്നെ അരിസ്റ്റോട്ടിൽ ആണ് അല്ലെ. അരിസ്റ്റോട്ടിൽ എന്താണ്? ഫാദർ ഓഫ് ബയോളജി ആണ് എന്ന് നമുക്കറിയാം അല്ലെ. അതുപോലെ തന്നെ ഓർഗാനിസത്തിനെ എന്താണ്? റെഡ് ബ്ലഡ് സെൽസ് ഉള്ളവരും അല്ലാത്തവരും എന്ന് ക്ലാസിഫൈ ചെയ്തത് അരിസ്റ്റോട്ടിലാണ്. അപ്പൊ ഫസ്റ്റിന്റെ ആൻസർ എന്താണ്? അരിസ്റ്റോട്ടിൽ ക്ലാസിഫൈഡ് ഓർഗാനിസംസ് ആസ് ദോസ് വിത്ത് റെഡ് ബ്ലഡ് സെൽസ് ഉള്ളവരും ജീവികളെ ചുവന്ന രക്തമുള്ളവർ അല്ലാത്തവര് എന്ന് തരംതിരിച്ചത് ആരാണ്? നമ്മുടെ അരിസ്റ്റോട്ടിലാണ്. സെക്കൻഡ് ഏതാണ്? കാൾവോസ് ആണ്. കാൾവോസ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ കാൾവോസ് ആണ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്. അടുത്തത് R.H. വിറ്റാക്കർ ആണ് നമ്മുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അല്ലെ. ഇതാ 5 കിങ്ഡം വർഗീകരണം ചെയ്തവരാണ് നമ്മുടെ R.H. വിറ്റാക്കർ ആണ്. അടുത്ത് നോക്കിക്കേടാ മക്കളെ, തിയോഫ്രാസ്റ്റസ് ആണ് അല്ലെ. തിയോഫ്രാസ്റ്റസ് ആണ് ക്ലാസിഫൈഡ് പ്ലാന്റ്സ് ഇൻടു ആനിമൽസ്, ബൈനിയൽസ്, പെരനിയൽസ് അല്ലെ. സസ്യങ്ങളെ ഏകവർഷി, ദ്വിവർഷി, ബഹുവർഷി എന്ന് തരംതിരിച്ച ആരാണ്? തിയോഫ്രാസ്റ്റസ് ആണ്. ഫാദർ ഓഫ് ബോട്ടണി ആണ് എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അപ്പൊ തിയോഫ്രാസ്റ്റസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ജോൺറേ എന്താണ്? സ്പീഷ്യസ് എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് ഉപയോഗിച്ചു അല്ലെ. സ്പീഷ്യസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? നമ്മുടെ ജോൺറേ ആണ്. അപ്പൊ ദാ ഇത്രയും നമ്മൾ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതാ 2 മാർക്ക് സെറ്റ് ആണ് അല്ലെ. അപ്പൊ 2 മാർക്ക് സെറ്റ് ആക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇനി ചെയ്യാനുള്ളത്. അടുത്ത എന്താണ്? 3 ബോക്സ് തന്നിട്ടുണ്ട് അല്ലെ. കോളം A, B, C എന്നിവ ക്രമപ്പെടുത്തി എക്ക് അനുസരിച്ച് ബിയും സിയും ക്രമപ്പെടുത്തി എഴുതാനാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇയിൽ എന്തൊക്കെ തന്നിട്ടുണ്ട് മക്കളെ? അമീബ, മഷ്റൂം, ബാക്ടീരിയ. ബിയിലാണെങ്കിലോ മൊനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചി, അനിമേലിയ ഇവരുടെ കിങ്ഡം തന്നിട്ടുണ്ട്. പിന്നെ അവരുടെ സവിശേഷതകളാണ് തന്നിട്ടുള്ളത് അല്ലെ. ഇതാണ് ഓട്ടോട്രോഫിക് ആയിട്ടുള്ള, മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള, നോൺ മോട്ടൈൽ ഓർഗാനിസംസ് ആണെന്ന് പറയുന്നുണ്ട്. സ്വപോഷികളും സഞ്ചാരശേഷിയും ഇല്ലാത്ത ബഹുകോശ ജീവികൾ ഏതാണെന്ന് നമുക്കറിയാലേ. സ്വപോഷികൾ, തനിയെ ഫുഡ് ഉണ്ടാക്കുന്നവർ ആരാണ്? ഇത് പ്ലാന്റ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അടുത്ത് നോക്കിക്കേ, യൂണിസെല്ലുലാർ ഓർഗാനിസം വിത്തൗട്ട് ന്യൂക്ലിയസ്. യൂണിസെല്ലുലാർ ആയിട്ടുള്ള, ന്യൂക്ലിയസ് ഇല്ലാത്ത ഏറ്റവും ഫസ്റ്റിലുള്ള ആള് ആരാണ്? ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഏതാണ്? നമ്മുടെ മൊനീറയാണ് അല്ലെ. നെക്സ്റ്റ് നോക്കിക്കേ, യൂണിസെല്ലുലാർ ഓർഗാനിസം വിത്ത് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് ഉള്ള യൂണിസെല്ലുലാർ ഓർഗാനിസം ഏതാണ്? നമ്മുടെ പ്രോട്ടിസ്റ്റയാണ്. നമ്മുടെ അമീബയൊക്കെ പെടുന്നതാണ് അല്ലെ. ന്യൂക്ലിയസോടുകൂടി ഏകകോശ ജീവികൾ ഏതാണ്? പ്രോട്ടിസ്റ്റയാണ്. അടുത്ത് നോക്കിക്കേ, നോൺ മോട്ടൈൽ ആയിട്ടുള്ള, ഹെട്രോട്രോഫിക് ആയിട്ടുള്ള, യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. നോൺ മോട്ടൈൽ ആണ്, യൂണിസെല്ലുലാർ അല്ലെ മൾട്ടി സെല്ലുലാർ ആണെന്ന് പറയുന്നുണ്ട്. ഏതാണ്? നമ്മുടെ ഫംഗസ് ആണ്. യെസ്, കിങ്ഡം ഫംഗിയിൽ പെടുന്നതാണ്. അപ്പൊ ഫംഗസ് ആണ്. അപ്പൊ ഇവരെയൊക്കെ നമുക്ക് മനസ്സിലായി. ഇത് ഇനി നമുക്ക് കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്താൽ മതി. ഇത് ഫസ്റ്റ് നോക്കിക്ക്, അമീബ ആണെന്നുണ്ടെങ്കിൽ ഏതാണ്? പ്രോട്ടിസ്റ്റയിലാണ് അല്ലെ. അമീബ ഏതാണ്? പ്രോട്ടിസ്റ്റയാണ്. പ്രോട്ടിസ്റ്റ എന്ന് പറഞ്ഞാൽ ഏതാണ്? യൂണിസെല്ലുലാർ ആയിട്ടുള്ള, ന്യൂക്ലിയസോട് കൂടിയത് അല്ലെ. യൂണിസെല്ലുലാർ ആയിട്ടുള്ള ന്യൂക്ലിയസോട് കൂടിയതാണ് നമ്മുടെ അമീബ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഏതാണ്? മഷ്റൂം ആണ്. മഷ്റൂം ഫംഗസ് ആണെന്ന് നമുക്കറിയാം അല്ലെ. ഫംഗസ് ഏതാണ്? നോൺ മോട്ടൈൽ ആയിട്ടുള്ള, ഹെട്രോട്രോഫിക് ആയിട്ടുള്ള, യൂണിസെല്ലുലാർ അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ, ഏകകോശ ജീവികൾ അല്ലെങ്കിൽ ബഹുകോശ ജീവികളായിട്ടുള്ള, സഞ്ചരിക്കാൻ കഴിവില്ലാത്ത പരപോഷികളാണ് ഇത് നമ്മുടെ ഫംഗസുകൾ. അടുത്തതാണ് ബാക്ടീരിയ ആണ്. ബാക്ടീരിയ ഫസ്റ്റ് ഗ്രൂപ്പിൽ പെടുന്നതാണ്, മൊനീറയിൽ പെടുന്നതാണ് അല്ലെ. അവരെങ്ങനെയാണ്? യൂണിസെല്ലുലാർ ആയിട്ടുള്ള, ന്യൂക്ലിയസ് ഇല്ലാത്ത ആൾക്കാരാണ് അല്ലെ. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളാണ് ഏത്? നമ്മുടെ
ബാക്ടീരിയ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 3 മാർക്ക് കിട്ടി. അപ്പൊ ഇതെന്തായാലും എക്സാമിന് നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു പാറ്റേണിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് വേണമെങ്കിൽ താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആൻഡ് ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.